എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കറിയാം, നമ്മൾ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്കിൻ്റെ ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ട് വരുന്നത്. ഒരുപാട് പേർക്ക് ഈ ടോപ്പിക്സൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് വ്യൂവേഴ്സ് നോക്കുമ്പം എല്ലാവർക്കും ഇത് ഇപ്പോഴത്തെ ആവശ്യമുള്ള ദ നീഡ് ഓഫ് ദ അവർ എന്ന് പറയും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ കാലഘട്ടത്തിൽ ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു. അത് തന്നെയാണ് സത്യവും. അപ്പം നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ അതിനെ കേട്ട് മനസ്സിലാക്കി നോട്ട്സ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഡോക്ടർ ജോസഫ് മർഫി ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഒരു മെത്തേഡ് ഞാൻ പറയുമ്പം ഉടനെ അത് ചാടിക്കയറി എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ മെത്തേഡ്സ് ഇതിനകത്തുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ ഓരോ വീഡിയോയിലും ഓരോ മെത്തേഡായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ മെത്തേഡ്സൊക്കെ കഴിയുന്നവരെ നല്ല രീതിയിൽ കേൾക്കുക, നോട്ട്സ് എഴുതി വെച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും, എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ആവശ്യം പണമാണ്, എൻ്റെ ആവശ്യം നല്ല ജോലിയാണ്, എൻ്റെ ആവശ്യം പ്രൊമോഷനാണ്, എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആത്മീയതയിൽ മുന്നോട്ട് പോകാനുള്ള മെത്തേഡ്സൊക്കെ എനിക്കറിയണം, പഠിക്കണം, കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കും. ചിലർക്ക് കാശായിരിക്കും വലുത്. എനിക്കിപ്പോഴത്തെ ആവശ്യം എന്തുവാ? അങ്ങനെ ഓരോരുത്തർക്കും പല പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കി, മെത്തേഡ്സ് എല്ലാം മനസ്സിലാക്കി പഠിച്ച് അതിൽ ഏത് മെത്തേഡ് നമുക്ക് സൂട്ടബിളാണോ അത് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പം വളരെ ക്ഷമയോടുകൂടി ഓരോ വീഡിയോയും നോക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോട്ട്സ് എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 157ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 7ാമത്തെ വീഡിയോ ആണ്, പാർട്ട് 7. ഓക്കെ, ഇതിൻ്റെ ടൈറ്റിൽ ഞാനായിട്ട് കൊടുക്കുവാണ്. അതായത് നോ നെഗറ്റീവ് തോട്ട്സ് വാട്ട്സോ എവർ എന്ന് വെച്ചാൽ എന്ത് ആണെങ്കിലും ശരി, ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ ഉദിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പം പോസിറ്റീവ് തോട്ട്സ് മാത്രമേ നമ്മുടെ തലയിൽ വരാവൂ. തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഉദിക്കുന്നതാണല്ലോ. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു, എന്താ ചെയ്യേണ്ടിയേ, എങ്ങനെയാ ചെയ്യേണ്ടിയേ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വേറൊരു കാര്യം, ഇതിനകത്ത് ബുക്കിനെ സംബന്ധിച്ചവരെ ഒരു സൈഡ് ഹെഡിങ് ഓത്തർ കൊടുത്തിട്ടുണ്ട്. അത് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഡസ് നോട്ട് ആർഗ്യൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ കൂടെ ഈ വാദപ്രതിവാദത്തിന് ഉടമ്പെടത്തില്ല. ഇപ്പം നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ കൂടെ ഒന്ന് പറയുന്നു, ഉടനെ സബ് കോൺഷ്യസ് മൈൻഡ് അന്ന് നീ അത് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ന് ഇത് പറയുന്നല്ലോ. നമ്മൾ എന്ത് അകത്ത് ഫീഡ് ചെയ്യുന്നോ അതിന് ഒപ്പം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു പോയിൻറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 100% നമുക്ക് എന്തുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല. എന്നുവെച്ചാൽ നെഗറ്റീവ് തോട്ട്സ് വന്നു, അതിനെ നമ്മൾ അലക്ഷ്യമായിട്ട് വിട്ടു, എന്തോ അങ്ങനെ പോട്ടെ, അതിനെ കെയർ എടുക്കാതെ, അതിൻ്റെ ഒരു അവെയർനെസ് ഇല്ലാതിരുന്നാൽ അതെന്ത് ചെയ്യും? നേരെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ കൂടെ ആർഗ്യൂ ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ സ്വഭാവം അതല്ല. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചവരെ നമ്മളെക്കാട്ടിലുമൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചും കൂടെ മെച്യൂർഡാണ്. അതിനറിയാം ആർഗ്യൂ ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന്. അപ്പം ഇത് ആർഗ്യൂ ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിലേ അന്ന് നിങ്ങൾ ഇത് പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങളിങ്ങനെ പറയുന്നല്ലോ, അങ്ങനെ ഒന്നും നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് അകത്ത് പോയാൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരും, അത് പ്രാക്ടിക്കലായിട്ട് നടത്തിത്തരും. സോ ഈ ഒറ്റ ഒരു കാര്യം മതി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വാട്ട്സോ എവർ എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും ശരി, നമുക്ക് ഒരു നെഗറ്റീവ് തോട്ടും മനസ്സിൽ വരാൻ പാടില്ല, മൈൻഡിൽ വരാൻ പാടില്ല. ഓക്കെ,
അതിന് 1-2 ഉദാഹരണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. അതായത് യുവർ തോട്ട്സ് ഹാവ് പവേഴ്സ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയ്ക്കും പവറുണ്ട്. നമ്മുടെ മനസ്സിൽ അത് ഫ്ലാഷായിട്ട് വന്നു പോകാം, ചിലപ്പം കുറേ നീടിച്ച് നിൽക്കുന്ന ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് വല്ലവരുടെ അടുത്തുനിന്നും വാങ്ങിച്ച ചിന്തയായിരിക്കാം, വാങ്ങിച്ച ഐഡിയ, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലും കേട്ടതായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കും, ഒരു പാട്ടിലെ ഒരു വരിയായിരിക്കും നമുക്ക് അങ്ങ് ആഴത്തിൽ പതിയുന്നത്. എന്തോ ആയിരുന്നാലും ശരി, അതിൻ്റെ സോഴ്സോ അതൊന്നും അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഒരു പവറുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർഫുള്ളായിരിക്കണം. ഓക്കെ. പിന്നെ ഈ ചിന്തയാണല്ലോ നമുക്ക് നാളെ വാക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ചിന്തിക്കുന്നു, അപ്പോൾ അതായിരിക്കും കുറച്ച് കഴിഞ്ഞ് എൻ്റെ വാക്കിൽ കൂടെ വെളി വരുന്നത്. അപ്പം ചിന്തയും 100% പോസിറ്റീവായിരിക്കണം, വാക്കുകളും പോസിറ്റീവായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വാക്കുകൾക്കും പവറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തയ്ക്കും പവറുണ്ട്. പറയുന്ന ഓരോ ചൊല്ലിനും ഓരോ വാക്കിനും പവറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഇനി പ്രവർത്തിക്കാൻ. അപ്പം ഇതൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇനി നമ്മൾ, അതായത് ഇത്രയും നാൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കുറേയൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചില വാക്കുകൾ ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് വയ്ക്കുക. ഓക്കെ. നമുക്ക് ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വെച്ച് വേണം ഓരോരുത്തരും രാജാവാകേണ്ടത് അല്ലെങ്കിൽ റാണി ആവേണ്ടത്. ഓക്കെ. അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അങ്ങനെയുള്ളപ്പം ഇത് എന്തുവാ, ചില വാക്കുകൾ ഇപ്പം അത് ഇംഗ്ലീഷിലെ ബുക്കിൽ എഴുതിയത് കൊണ്ട് ഞാനും ഇംഗ്ലീഷിൽ തന്നെ പറയുവാണ്, നിങ്ങൾക്കും അത് മനസ്സിലാകും. അതുമാത്രമല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരത്തില്ല, ഇതൊന്നും ഒരു വിഷയമേ ഇനി നമുക്ക് അല്ല. ഓക്കെ. അത് ഇംഗ്ലീഷിലാണെങ്കിലും ശരി, സാൻസ്ക്രിറ്റിലാണെങ്കിലും ശരി, ഏത് നല്ലതോ അത് നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ. അത് മനസ്സിലാക്കിയെടുക്കും, ഉരുവിട്ട് തലയിൽ കയറ്റും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറ്റിയിരിക്കും. ഓക്കെ. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഇനി നമ്മളെല്ലാവരും പറയാൻ പോകുന്ന വാക്കുകളാണ്, നമ്മളുടെ മനസ്സിനകത്ത് പറയുന്ന വാക്കുകളാണ്. ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഫൈനൈറ്റ് എന്ന് വെച്ചാൽ അതിനൊരു നിശ്ചയമുണ്ട്. ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ അതിന് ഒരു അതിരില്ല, അതിരില്ലാത്ത, അതിര് കടന്ന. ഓക്കെ. അതാണ് ഇൻഫിനിറ്റ്. ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ബുദ്ധി, നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പം ദ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ക്വാളിറ്റി. ഇപ്പം ചിലർക്ക് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുമെന്ന് പറയും. ചിലർക്ക് ദേഷ്യമേ വരത്തില്ല, ചിലരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ചിലരെപ്പോഴും സീരിയസ് ആയിട്ടിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ക്വാളിറ്റി, ഓരോരുത്തരുടെ സ്വഭാവം. അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉള്ളതാണ് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. അത് അങ്ങനെ ഇങ്ങനെ ഉള്ള ബുദ്ധിയല്ല. ഓക്കെ. ഒരാൾ സ്കൂളിൻ്റെ വാതിക്കെ പടി ചവിട്ടാത്ത ഒരാളായിരുന്നാലും ശരി, അല്ലെങ്കിൽ PhD എടുത്തതായിരുന്നാലും ശരി, 10 ഡോക്ടറേറ്റ് വാങ്ങിച്ച ആളായിരുന്നാലും ശരി, സബ് കോൺഷ്യസ് മൈൻഡിന് പവർ ഒന്നാണ്, എല്ലാവർക്കും ഒന്നാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് വരെ അല്ലയോ പഠിച്ചുള്ളൂ, അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇൻ്റലിജൻസ് പോരായിരിക്കുമല്ലോ. അല്ല, ഇതെല്ലാം കോമൺ ടു ഓൾ മെൻ. മെന്നെന്ന് വെച്ചാൽ അപ്പം വാട്ട് അബൌട്ട് ലേഡീസ് എന്ന് കേൾക്കരുത്. മെന്നെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. ഓക്കെ. എല്ലാ മനുഷ്യർക്കും. അതാണ് അന്ന് സ്വാമി മുക്താനന്ദ പറഞ്ഞേ, ഈ ബ്ലൂ പേളും ബ്ലൂ സ്റ്റാറും എല്ലാവരുടെ തലയിലും വെച്ചാണ് ദൈവം അയച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും ഈ ജന്മത്ത് തന്നെ നീ മുക്തി നേടി വാ, എൻ്റെ അടുത്ത് വാ എന്നുള്ള ഒരു ചിന്തയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂലോകത്ത് അയച്ചിരിക്കുന്നത്. അപ്പം പഠിച്ചോ പഠിച്ചില്ലയോ, പണം ഉണ്ടോ ഇല്ലയോ, അതൊന്നുമല്ല ഒരു വിഷയം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്തുണ്ട്? ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട്, നമ്മുടെ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് കൊത്തി വെള്ളമിട്ട് വളമിട്ട് നേരെയാക്കുന്നില്ലയോ, മണ്ണിന് തുല്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമ്മളുടെ വിചാരങ്ങൾ,
തോട്ട്സ് അതെന്തോതിന് തുല്യമാ? അത് മണ്ണിലിടുന്ന വിത്തിന് തുല്യം. നമ്മൾ മണ്ണിനെ തറയെ റെഡിയാക്കുന്നു, അതിന് പിന്നെ ഓരോ വിത്തായിട്ട് ഇടുന്നു. അപ്പം ആ ഓരോ വിത്തിനും ഒരു പവറുണ്ട്. അതാണ് നമ്മുടെ തോട്ട്സിൻ്റെ പവർ. അപ്പോൾ ഈ വിത്ത് ഇട്ടാൽ അതിന് പിന്നെ നമ്മളെന്തോ ദിവസം തോണ്ടി നോക്കുമോ? ഇല്ലല്ലോ. അത് തന്നെ ഒരാഴ്ചയിൽ കിളിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിൽ കിളിക്കും, ചിലപ്പോൾ 10 ദിവസമായിരിക്കും, ചിലപ്പോൾ 1 മാസമായിരിക്കും, പക്ഷേ അത് കിളിക്കും. ഓക്കെ, അതുപോലെയാണ് നമ്മളൊരു തോട്ട് സബ് കോൺഷ്യസ് മൈൻഡിന് ഇട്ട് കൊടുത്തിട്ട് മിണ്ടാണ്ടിരിക്കണം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇടാം, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ച് നമ്മൾ ഇട്ട വിത്തിനുള്ള ചെടി കിളിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ നടക്കാൻ പോകുന്നോ അതൊക്കെയാണ് നേരത്തെ നമ്മുടെ മൈൻഡിൽ ഈ തോട്ട്സായിട്ട് വരുന്നത്. അപ്പം നമ്മളുടെ തോട്ട്സ് ചിന്ത നന്നായിട്ടിരുന്നാൽ അത് തീർച്ചയായിട്ടും നല്ലതായിട്ട് വരും. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ നോ നെഗറ്റീവ് തോട്ട്സ് വാട്ട്സോ എവർ. ഇത് മാത്രമല്ല, നമുക്ക് അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഫേവറബിളായിട്ട്, നമുക്ക് സാധകമായിട്ട് നമ്മുടെ സൈഡിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നടത്തി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല വിത്ത് ഇടണം, നല്ല ചിന്താഗതി വേണം. അതുമാത്രമല്ല, ഈ കോൺഷ്യസ് മൈൻഡിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും കോഓപ്പറേഷൻ വേണം. ഈ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യം നമുക്ക് ഒന്ന് ചിന്തിക്കുന്നു. അത് എവിടെ ചിന്ത എന്ന് പറയുമ്പോൾ എവിടെ വരും? കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ തോട്ട്സ് വരുന്നത്. അതിന് പിന്നെ എന്തോ ചെയ്യും? അത് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങിപ്പോകും. ഓക്കെ, ഇപ്പം ഒരു ദിവസം നമ്മൾ ഞാൻ ഇന്ന് BA പഠിക്കാൻ പോവാം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. കുറച്ചിടെ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് എനിക്ക് BA വേണ്ട, എനിക്ക് BSc മതി. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ വേറെ ഡിപ്ലോമ എടുക്കാൻ പോവുക. അങ്ങനെ നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒന്നും തന്നെ ചെയ്യാൻ തോന്നത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഒരു അലൈൻമെൻ്റ് ഇല്ല. ഇപ്പോൾ ഒരു കാർ എടുത്താൽ പോലും എൻ്റെ 4 വീലിനും വീൽ അലൈൻമെൻറ്റിന് ഒരു സംവിധാനമുണ്ട്. 4 വീലും ഒരുപോലെ ചുറ്റണം, അതാണ് വീൽ അലൈൻമെൻറ്റ്. അതുപോലെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും നല്ല ഒരു അലൈൻമെൻറ്റും കോഓപ്പറേഷനും വേണം. എന്താണെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് സദാസർവകാലവും നമുക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പം നമുക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല നമ്മളുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ശ്വാസം, അങ്ങനെ ഓൾ ദ വൈറ്റൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ജീവനെ നിലനിർത്താനുള്ള അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് അതിനെ കൺട്രോൾ ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ഇരിക്കുന്നത്. അതുമാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡിന് ഹീലിംഗ് പവർ ഭയങ്കരമാണ്. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ ഡോക്ടർ ജോസഫ് മർഫി എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹീലിംഗ് പവർ ഇപ്പോൾ ഒരു പൂച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു നായ്ക്ക് അതിന് സുഖമില്ല എന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് അതിന് വയറ്റിന് സുഖമില്ലെങ്കിൽ തന്നെത്താനെ പോയി ഒരു വക പുല്ലുണ്ട്, അതെടുത്ത് തിന്നും, അത് കടിച്ച് തിന്നും. എന്നുവെച്ചാൽ അതിനറിയാം നമ്മളാണ് ഇവിടെ നമുക്ക് ഇൻ്റലിജൻസ് കൂടിപ്പോയി, സൗകര്യങ്ങൾ കൂടിപ്പോയി എന്ന് പറഞ്ഞ് തലവേദന എടുത്താൽ ഉടനെ MRI എടുക്കണോ CT സ്കാൻ എടുക്കണോ എന്ന് ഓടുന്നത്. പക്ഷേ ഈ അനിമൽസിന് പോലും അറിയാം അതുങ്ങൾക്ക് ഈ സ്വയം എങ്ങനെ ചികിത്സിക്കണമെന്ന്. അപ്പം തൊട്ടേനും പിടിച്ചതിനുമൊക്കെ ഈ ഗുളിക വിഴുങ്ങുന്നതെല്ലാം നിർത്തിയിട്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് പവറിനെ വെച്ച് തന്നെ നമുക്ക് നമ്മളുടെ സാധാരണപ്പെട്ട കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തെടുക്കാൻ പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ഹീലിംഗ് പവർ എന്ന് പറയുന്നതും സബ് കോൺഷ്യസിന് ഭയങ്കരമാണ്. ഓക്കെ, അതൊന്ന്. പിന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനേന്ന് ഒരു സ്വന്തം ബുദ്ധിയുണ്ട്.
സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ബുദ്ധി ഉണ്ട്, പക്ഷേ അത് ആ ബുദ്ധിയെ ഉപയോഗിക്കത്തില്ല. നമ്മൾ അതിനകത്ത് എന്ത് ഇടുന്നോ, നമ്മൾ ഇടുന്ന ചിന്തകളും നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നോ, നമ്മൾ ഓരോന്നിനെക്കുറിച്ച് നമുക്കൊരു ചിത്രീകരണമുണ്ട്. ഇമേജറി എന്ന് വെച്ചാൽ നമ്മുടെ കൽപ്പനാശക്തിക്കേറ്റ പോലെ ഒരു ഇമാജിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിത്രീകരണം, ഓരോന്നിനും ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ആ ചിത്രത്തിനേറ്റ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ഇനിയും പല പ്രാവശ്യം ഇതിനകത്തും പറയേണ്ടി വരും. അത് വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഫേമസ് ആയത്. ഓക്കെ, അപ്പം നമുക്കും അതറിഞ്ഞിരുന്നാൽ നമ്മളും ഫേമസ് ആകാം. നമ്മൾ എതിൽ ഫേമസ് ആകണമെന്നൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ഫേമസ് ആകുന്നതെന്ന് വെച്ചാൽ എന്തുവാ, ഹോളിവുഡ് ബോളിവുഡ് ആക്ട്രസ് ആകണമെന്നോ ആക്ടർ ആകണമെന്നോ അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ എന്ത് മനസ്സിലുണ്ടോ അതുപോലെ നമ്മളും ഉയർന്ന ഒരു തളത്തിൽ വരാമെന്നാണ് ഞാൻ പറയുന്നത്. ഫേമസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഇപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം. നമ്മുടെ കയ്യിലൊരു ചോദ്യമുണ്ട്, അതിനൊരു ആൻസർ, റിപ്ലൈ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ആ ചോദ്യം അങ്ങ് ഇട്ട് വെച്ചാൽ മതി. അതിനുള്ള കറക്റ്റ് ആൻസർ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് തന്നിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലയോ, സ്വാമി മുക്താനന്ദയുടെ 150ാമത്തെ വീഡിയോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ ട്രിബ്യൂട്ടായിട്ട് ഇടുമെന്ന് പറഞ്ഞ് എനിക്ക് ആൻസർ രാവിലെ എണ്ണിച്ച് നേരം വെളുത്ത് ബെഡിൽ നിന്ന് എണ്ണിച്ച് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ തട്ടി, 150ാമത്തെ വീഡിയോ അദ്ദേഹത്തിനുള്ള ഒരു അഞ്ജലിയാവട്ടെ എന്നുള്ള രീതിയിൽ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് അങ്ങ് ഇട് എന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മളുടെ പ്രോബ്ലങ്ങൾക്കെല്ലാം സൊല്യൂഷൻ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. പക്ഷേ നമ്മളത് എത്ര ദൂരം അതിനെ ടാപ്പ് ചെയ്ത് എടുക്കുന്നു, അതിനെ തട്ടി ഉണർത്തി എടുക്കുന്നു, അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ചിലരെ കൊണ്ട് ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഒരു നിസാരം അന്നത്തെ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെളിയിൽ പോകണമെന്നുള്ളത് തുടക്കം, അടുക്കളയിൽ കയറിയാൽ സാമ്പാർ വയ്ക്കണോ, രസം വയ്ക്കണോ, പുളിശ്ശേരി വയ്ക്കണോ, ഈ ജോലിപ്പടി, പിന്നെ അവരവരുടെ ലെവലിനേറ്റ പോലെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. എത്ര കൺഫ്യൂഷൻ തീരണമേന്ന് പാട്ട് പാടിയിട്ടും കാര്യമില്ല. അപ്പം അങ്ങനത്തെ കൺഫ്യൂസ്ഡ് മൈൻഡിൽ നമ്മളിരുന്നാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ തരത്തില്ല. അപ്പം അതിനെ ഇട്ട് കുഴപ്പി അടിക്കരുത്. ഓക്കെ, അതിനെ ഇട്ട് കൺഫ്യൂസ് ചെയ്യരുത്. നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ അത് കോൺഷ്യസ് ലെവലിലേ ചിന്തിക്കാവൂ. അതിനെ അകത്ത് വിടരുത്, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇറക്കാൻ വിടരുത്. ഇറക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ തന്നെ കോൺഷ്യസ് മൈൻഡ് സർഫേസ് ലെവലിൽ തന്നെ വെച്ച് ഇത് ശരിയാണോ, ചിന്തിക്കുന്നതിലൊന്നും തെറ്റില്ല. പലരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നതിലും തെറ്റില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാം എനിക്ക് തന്നെ അറിയാവുന്ന ഞാൻ പറയത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനെ സംബന്ധിച്ച് അതിൽ വിദഗ്ധനായിട്ടുള്ള ആൾക്കാർ 4 പേരെ കണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇത് ചെയ്യാമോ, അതിനുള്ള വരാഴിക എന്തുവാ എന്ന് ഡിസ്കസ് ചെയ്യുന്നതിലൊന്നും തെറ്റേയില്ല. 4 പേരുടെ അഭിപ്രായം ചോദിക്കുക, അത് നമ്മൾ അതിനെ വേ ചെയ്ത് നോക്കുക വെച്ചാൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതെനിക്ക് ഒത്തുവരുമോ, ഇത് എൻ്റെ ഏരിയ ആണോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുത്തേ പിന്നീട്, ഞാൻ അതാണ് പറയാൻ വരുന്നത്, ഒരു തീർമാനത്തിൽ എത്തിയ പിന്നെ അതിൽ ചാഞ്ചാട്ടം പാടില്ല. ഓക്കെ, അപ്പം അതിൽ തന്നെ ഉറച്ചെടുക്കുക. അപ്പം എത്ര സമയം വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. അത് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. അത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലത്തിൻ്റെ സീരിയസിനെ കുറിച്ചായിരിക്കും, അത് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പം
അടുത്ത വർഷം ഓക്കെ ഒരു ടൂർ പോകണം. അടുത്ത വർഷം മെയ് മാസം ടൂർ പോകാൻ നാളെ തന്നെ ഡിസിഷൻ എടുക്കണമെന്നില്ല. ഒരു 10 ദിവസം 20 ദിവസമൊക്കെ എടുത്തിട്ട് പല ഏജൻസിയെയും കോൺടാക്റ്റ് ചെയ്തിട്ട് അത് കുറച്ച് സമയം എടുക്കാം. ചിലതുണ്ട് നാളെ തന്നെ നമുക്ക് എടുക്കണം, നാളെ തന്നെ ഒരു തീരുമാനം എടുക്കണം. അപ്പം അതിന് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം. അപ്പം ഡിസിഷൻ എത്ര ദിവസത്തിൽ എടുക്കണമെന്നോ അതൊന്നും അല്ല പ്രശ്നം. എത്ര വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ അതിന് പിന്നെ വിട്ടേക്കണം. ബാക്കി കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് വിട്ടുകൊടുത്താൽ മതി. അത് തന്നെ ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ നോക്കും. അതിൻ്റെ അർത്ഥമാണ് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളപ്പം ഇപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്നതിന് മുമ്പേ രാവിലെ എണ്ണിച്ച ഉടനെ രണ്ടും ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ തലയിൽ കിടന്ന് ഓടുന്ന തല ഇത്രയും ദിവസം ഇട്ട് പുണ്ണാക്കിയ രീതിയിലൊന്നും ചെയ്യാതെ മനസ്സിനെ കാമാക്കുക. ഈ മനസ്സിനെ കാമാക്കാനാണ് നമ്മൾ ആദ്യം ദേഹത്തിനെ സ്റ്റില്ലായിട്ട് വയ്ക്കുക. ദേഹത്തിനെ അനക്കാതെ ഒരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ടിരിക്കുക. ഇപ്പം ബെഡിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഒരു കസേരയിലിരുന്നാലും, ഒരു കസേരയിലിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ ബെഡിൻ്റെ അടുത്തൊരു കസേരയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പേ കസേരയിലിരിക്കാം, ബെഡിലിരിക്കാം, തറയിലിരിക്കാം, എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ടിരുന്നുകൊണ്ട് കണ്ണടച്ച് ഈ ശ്വാസം നിരീക്ഷിക്കണം. ശ്വാസം നിരീക്ഷിക്കുന്ന എന്തിനാ? നമ്മുടെ മനസ്സിനെ കാമാക്കായിട്ടാണ്. അപ്പം ബാക്കി ചിന്തകളെല്ലാം ഈ നോ മൈൻഡ് തോട്ട് സ്റ്റേജ് ഒക്കെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതല്ല ഞാൻ പറയുന്നത്. അതായത് കുറച്ചൊക്കെ ഒന്ന് മനസ്സിനെ അടക്കണം. അടക്കിയെന്ന് വെച്ചാൽ അടക്കണമെന്ന് വെച്ചാൽ എന്തുവാ? അതിനെ കാമാക്കണം. ഓക്കെ, അതിനെ കാമാക്കിയിട്ട് റിലാക്സ്ഡ്. അതിന് മനസ്സിനെ റിലാക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ബോഡിയെ റിലാക്സ് ചെയ്യണം. മനസ്സിനെ സ്റ്റില്ലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ബോഡിയെ സ്റ്റില്ലാക്കണം. ഓക്കെ, സോ ബോഡിയെ കംഫർട്ടബിളായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതിന് പത്മാസനത്തിലൊന്നും ഇരിക്കണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ചുമ്മാ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ മന്ത്രം ചെല്ലുമ്പം കൂടെ ഇങ്ങനെ നമ്മളെ അറിയാണ്ട് ഇങ്ങനെ ആടും. അങ്ങനത്തെ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ വരുന്നത്. സ്റ്റിൽ ബോഡി ആൻഡ് സ്റ്റിൽ മൈൻഡ്. അപ്പം സ്റ്റിൽ ബോഡി എന്ന് വെച്ചാൽ ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതിരിക്കുക. ഇപ്പം എവിടെയെങ്കിലും ഒന്ന് ചൊറിച്ചിൽ വന്നു, ഒന്ന് ചൊറിയുക, അതിനൊന്നും തെറ്റില്ല. സദാസർവകാലവും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റില്ലായിട്ട് ഒരുവിധം വിറച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. അനങ്ങാതെ ഒരു സ്ഥലത്തിരുന്നാൽ, ദേഹം അനങ്ങാതിരുന്നാൽ മനസ്സ് അടങ്ങും, ചിന്തകളൊക്കെ കുറയും. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ചിന്തകളൊക്കെ കുറഞ്ഞ് അപ്പം ദേഹം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനിയൊരു കാര്യം ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ബോഡി എങ്ങനെ റിലാക്സ് ചെയ്യണമെന്നോ അതിന് സദ്ഗുരു ഒരു വാക്ക് പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം. നിങ്ങളുടെ ദേഹം റിലാക്സ്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ ഈ ഹാങ്ങറിൽ നമ്മളൊരു ഷർട്ട് തൂക്കിയിടുന്നു, അതെങ്ങനെ ഇരിക്കും? അതിങ്ങനെ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കും ഇല്ലേ? ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഇങ്ങനെ അത് കാറ്റത്ത് പതുക്കെ ഇങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും, റിലാക്സ്ഡ്. അതാണ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ അതിന് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് ബോഡി. അപ്പം അറച്ചോണ്ട് അങ്ങനൊന്നുമല്ല, കംഫർട്ടബിളായിട്ട് വളരെ സ്വസ്ഥതയോടുകൂടി ഇരുന്ന് മനസ്സിനെ കാമാക്കിയിട്ട് നമ്മുടെ മനസ്സിൽ പറയേണ്ടതെല്ലാം പറയുക. ഓക്കെ, അപ്പം ഇപ്പോൾ എൻ്റെ ഈ 150ാമത്തെ വീഡിയോയുടെ പ്രോബ്ലം പോലെ അത് ഒരു ചെറിയ പ്രോബ്ലമാണ്. ചെറിയ പ്രോബ്ലം എന്ന് കൂടെ പറയാനില്ല. എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു മനസ്സിൽ, 2-3 ഐഡിയാസ് ഉണ്ടായിരുന്നു. അതിൽ ഏതാ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കയ്യിലുള്ള പ്രോബ്ലം ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ഇപ്പം അടുത്ത മാസം ഒരു പ്ലോട്ട് വരുന്നു, അത് വാങ്ങിക്കണം. ഒരു 10 സെൻറ്റ് ഉണ്ട്, അത് ഇത്രയും വില പറയുന്നു, അത് വാങ്ങിക്കണോ വേണ്ടേ? അതൊക്കെ വലിയ ഒരു തീരുമാനമാണ് ലൈഫിൽ ഇല്ലേ? ഒരു 1.5 കോടിയുടെ അല്ലെങ്കിൽ 2 കോടിയുടെ 4 BHK വീട് വരുന്നു, അതൊന്ന് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ വലിയ ഡിസിഷനാണ്. അപ്പം ചെറിയ ഡിസിഷനാണെങ്കിലും ശരി, ചെറിയ തീരുമാനമാണെങ്കിലും ശരി, വലിയ തീരുമാനമാണെങ്കിലും ശരി,
ആ തീരുമാനത്തിന് ഒരു കറക്റ്റ് ആൻസർ കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെ നൈറ്റ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് വീട് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ 2 കോടി പറയുന്നു. വീടൊക്കെ നല്ല കൊള്ളാം, കൺസ്ട്രക്ഷനൊക്കെ കൊള്ളാം, എനിക്ക് വളരെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട വീടാണത്. പക്ഷേ അത് വാങ്ങിക്കാമോ, എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, എന്തൊക്കെയാണ് എന്ന് നമുക്ക് അത്രയല്ല. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തുവാ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഉള്ള എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുവാണ്, അത് വാങ്ങിക്കാൻ പറ്റുമോ പറ്റത്തില്ലയോ, വാങ്ങിച്ചാൽ നല്ലതാണോ എന്ന് എനിക്ക് അറിയിച്ചാൽ കൊള്ളാം, എൻ്റെ മനസ്സ് പറയും എന്ന് നമ്മൾ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങിയേക്കണം. അതിന് പിന്നെ വീണ്ടും നമ്മൾ, അതുകൊണ്ടാണ് ഈ കസേരയെ പോലും ഇരിക്കേണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ കസേര ഇരുന്നാൽ എണ്ണിക്കുമ്പോഴത്തേക്ക് ഉടനെ വേറെ ചിന്തകളാകും. ഓ, അടുക്കളയിൽ ലൈറ്റ് അണച്ചോ, ഗ്യാസ് അണച്ചോ, വാതിൽ പൂട്ടിയോ, മോട്ടർ നിർത്തിയോ, ഇതൊക്കെ ആയിരിക്കും. എണ്ണിച്ചാൽ പിന്നെ നമുക്ക് പഴയ ഓർമ്മ, പഴയ പല കാര്യങ്ങളായിരിക്കും ഓർമ്മ. അതുകൊണ്ടാണ് അങ്ങനെ നല്ല ഉറങ്ങാറാകുമ്പം ബെഡിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുക. അതിന് പിന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഇൻ്റർഫിയർ ചെയ്യാൻ വിടരുത്. ഇപ്പോൾ താഴെ ഇരുന്ന് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ താഴെ നിന്ന് എണ്ണിക്കുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് എടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വേറെ പല ചിന്തകൾ അതിനെ ഇട്ട് അലട്ടാൻ പാടില്ല. ഇതിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണ്ടാതെ കിടന്നുറങ്ങിയാൽ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ലെവലിൽ അതൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഒരു ആൻസർ തരും. പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ തന്നെ തരണമെന്നില്ല. ഓക്കെ, രാവിലെയും തരാം, രാവിലെ ഉണരുമ്പോഴത്തേക്ക് തരാം, അല്ലെങ്കിൽ പകൽ ഏതെങ്കിലും ഒരാൾ മുഖാന്തരം നമുക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു ന്യൂസ്, ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കതിൽ കാണിച്ചു തരും. അത് അടുത്ത ദിവസം തന്നെ നടക്കണമെന്നില്ല, 1 മാസത്തിൽ നടക്കാം, 1 വർഷത്തിൽ നടക്കാം. അതല്ല, നമ്മുടെ ഈ എത്ര വലിയ പ്രോബ്ലമാണ്, എത്ര ദിവസത്തിനകം അതിന് ആൻസർ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നടക്കും. ഇപ്പോൾ ചില കോർട്ട് കേസൊക്കെ ഉണ്ടെങ്കിലേ അത് നാളെ തന്നെ നമുക്ക് നമ്മുടെ ഫേവറബിളായിട്ട് വിധി വരണമെന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ നടക്കത്തില്ല. കോർട്ടിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട് ഇല്ല, എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പം ഇത് വേറൊരു ലെസൺ ഞാൻ പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ. ഇന്ന് നടക്കണം, നാളെ നടക്കണം, മറ്റന്നാൾ നടക്കത്തില്ല. അങ്ങനെ നടന്നിട്ട് ധൃതി വച്ചിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിക്കുന്നത്? എനിക്കും കുറേ നാൾ കഴിഞ്ഞാണ് മനസ്സിലായത്, നമ്മളുടെ മനസ്സിൻ്റെ വേഗം അത്രയും ഉണ്ട്. മനസ്സിലായോ? മനസ്സിൻ്റെ വേഗം എന്ന് വെച്ചാൽ വായുവേഗം മനോവേഗം എന്ന് പറഞ്ഞ പോലെ വായുവിനെക്കാട്ടിലും ഫാസ്റ്റായിട്ടാണ് മനസ്സ് ഓടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, നാളെ തന്നെ ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒന്ന് പറഞ്ഞു പോന്നു, നാളെ രാവിലെ എനിക്ക് ആൻസർ വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ അതിനെ ഇട്ട് നമ്മൾ ഞെരുക്കരുത്. നമ്മൾ അതിൻ്റെ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ആലോചിച്ച് നമുക്കതിൻ്റെ ആൻസർ പറയും. അതിനുള്ള സാവകാശം അതിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ സോ നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും, ചീത്ത ചിന്തിച്ചാൽ ചീത്ത വരും. അതുകൊണ്ട് എതിനും നെഗറ്റീവായിട്ട് മാത്രം പറയാതിരിക്കണം. മനസ്സിൽ, വെളിയിലും, വാക്കിലും, ചിന്തയിലും വാക്കിലും. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനിതെല്ലാം പറയുന്നത് പലരുടെയും അനുഭവത്തിൽ നിന്ന് കൂടെ ഞാൻ പഠിച്ച പാഠങ്ങളാണ്. ഒരുപാട് പേര് ഇന്ന് ഇത് ചെയ്യാമോ? പറ്റില്ല, അയ്യോ അത് പറ്റില്ല. നാക്കെടുത്താൽ നെഗറ്റീവേ വരത്തുള്ളൂ. ചില ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചും കൂടെ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് വേണം ചെയ്യാൻ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മേല് വേദനയാണ്, എനിക്കത് പറ്റില്ല, എനിക്ക് വയ്യ, ഈ നെഗറ്റീവായിട്ടുള്ള സംസാരമേ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും നല്ലത് നടക്കട്ടെ, എല്ലാവർക്കും നല്ലത് വന്ന് ഭവിച്ചിടട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു.